ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ആദർശും ചേർന്ന് നയനയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് നയനയുടെ ആഗ്രഹം തനിക്ക് കല്യാണിയെപ്പോലെ ഒരു അമ്മയാകാൻ കഴിയുമോ എന്നുള്ളതാണ്. ഭാര്യയുടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ നമ്മുടെ ആദർശ് ഇങ്ങനെ പമ്മി ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഈ ജന്മത്തിൽ അത് സംഭവിച്ചില്ലെങ്കിലും അടുത്ത ജന്മത്തിൽ അത് സംഭവിക്കുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ആ പാവം ആ ഒരു നയന ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇവരങ്ങ് പോയി. ഈ സമയത്താണ് തലനാരിഴയ്ക്ക് നമ്മുടെ നവ്യ അമ്മായിമ്മയുടെ കയ്യിൽ നിന്നും ഗർഭിണിയല്ലെന്നുള്ള ഇതിൽ രക്ഷപ്പെടുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജലജയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഒരു കാരണവശാലും ദേവയാനി എന്ന് പറയുന്ന അവൾക്ക് ഒരു സമാധാനവും താൻ കൊടുക്കില്ലെന്നും എന്തു ചെയ്തിട്ടാണെങ്കിലും അമ്മയെയും മരുമകളെയും അതുപോലെ തന്നെ മകനെയും തമ്മിൽ തല്ലിക്കും എന്നുള്ള കാര്യം. അങ്ങനെ മകനെക്കുറിച്ച് ഓർത്തും മരുമകളെക്കുറിച്ച് ഓർത്തും നീ ആദ്യം പിടിച്ച് ചാവണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ജലജ നേരെ ദേവയാനിയെ കാണാൻ പോണു. അപ്പോൾ ദേവയാനി ഇവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ജലജ നേരെ ദേവയാനിയെ കാണാനായിട്ട് ചെല്ലുന്നത്. ദേവയാനിയെ കാണാൻ ചെന്ന് ഏട്ടത്തി ആദർശ് എവിടെ ഏട്ടത്തി എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആദർശ് ഓഫീസിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും നയനയുടെ കൂടെ അവൻ ചിലപ്പോൾ വീട്ടിലേക്ക് പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് വിഷയം എടുത്തിടണമല്ലോ, ആ വിഷയം എടുത്തിടുക. അപ്പം ദേവയാനി പറഞ്ഞു അവൻ ഒരിക്കലും പോവില്ല, അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ ഓഫീസിലേക്ക് പോകുമെന്ന്. അതൊക്കെ ഏട്ടത്തിയോട് പറഞ്ഞ കാര്യങ്ങളല്ലേ, അവൻ പോകില്ല എന്നൊക്കെ. പക്ഷേ അവനിപ്പോൾ മിക്കവാറും അവരടുത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നയനയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലുമില്ല, അവൻ ഒരിക്കലും എന്നോട് ആ ചതി ചെയ്യില്ല എന്ന് പറഞ്ഞു. നിൻ്റെ മകൻ അങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും എന്നോട് അങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് പറഞ്ഞു ദേവയാനി. എൻ്റെ മോനത് ചെയ്യും, ആയിക്കോട്ടെ, എൻ്റെ മോനെ അല്ലെങ്കിൽ എന്നെ എന്തു കുറ്റം വേണമെങ്കിലും ഏട്ടത്തി പറഞ്ഞു. പക്ഷേ ഏട്ടത്തിയുടെ മകൻ ഏട്ടത്തിയുടെ മുമ്പിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിന്ന് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് അവൻ്റെ പ്രവൃത്തികളിലൂടെ വ്യക്തമാകുന്നത്. അവൻ തീർച്ചയായിട്ടും ഏട്ടത്തിയുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കും, അല്ലെങ്കിൽ ഏട്ടത്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കും. അവൻ്റെ ഭാര്യയെ ഏട്ടത്തിയേക്കാൾ കൂടുതൽ പരിഗണിക്കുകയും ഏട്ടത്തിയേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. അത് 100% ഉറപ്പുള്ള കാര്യമാണ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. അങ്ങനെ എൻ്റെ മോൻ അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ലെന്നും പക്ഷേ ആദർശ ഏട്ടത്തിയുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവളെയും അവളുടെ കുടുംബത്തെയും സ്നേഹിക്കുകയാണെന്നും അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഏതു നേരവും എന്തിനാ അവൻ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്, ഏട്ടത്തി നോക്കിക്കോ, ഏട്ടത്തി ഒരു തീരാ രോഗിയാകാൻ പോകുന്നത് ഈ മകനെയും അതിന് കാരണക്കാരിയായി വരുന്നത് ഈ മരുമകളെയും കൂട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം. അതായത് മരുമകൾ കാരണം ദേവയാനി രോഗിയായി മാറും, അത് ആദ്യ പിടിച്ച് രോഗിയായി മാറുമെന്നാണ് ജലജ പറയുന്നത്. അങ്ങനെ ഇതൊക്കെ സാമ്പിൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഈ ജലജ നമ്മുടെ ദേവയാനിയുടെ മനസ്സിനെ അങ്ങ് ചൂട് പിടിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ദേവയാനിക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാകാനേ പോകുന്നില്ല, ആ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതെല്ലാം കേട്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ആകെ വട്ട് കയറി നിൽക്കുന്നു. എന്തായാലും സാമ്പിൾ വെടിക്കെട്ട് ഇത് മതിയെന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോയി. ഒറ്റയടിക്കെല്ലാം കൂടെ തീർത്ത നാളെയും വേണമല്ലോ ഇത് കൊടുക്കാനായിട്ട്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പുറം മാറി നിന്ന് നമ്മുടെ ദേവയാനിയെ നോക്കുന്നു. ദേവയാനി അന്നേരത്തേക്കും മനസ്സിന് കലിപ്പും കയറി ചൂടും പിടിച്ചിങ്ങനെ നിൽക്കുക. ഇനി ജലജ പറഞ്ഞത് ശരിയായിരിക്കുമോ, ജലജയെ പോലെ തന്നെ ആയിരിക്കുമോ ഒരു ഇത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ ദേവയാനി ഇങ്ങോട്ടേക്ക് വരുന്നു. ദേവയാനി വന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്നപ്പം എന്താ ദേവേ, നിനക്കെന്താ പറ്റിയത്, നീ എന്താ ആലോചിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു. ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, നിൻ്റെ ഭാവം കണ്ടിട്ട് നീ എന്താ ആലോചിച്ചതുപോലെ ഉണ്ടല്ലോ, ഞാൻ ആദർശിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം ആദർശിനെ പറ്റി നിനക്കെന്താ എത്ര ആകുലമായി ചിന്തിക്കാനുള്ളതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. അത് പിന്നെ അച്ഛ, അവൻ നയനയെ ഏതു നേരം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പം അതെന്താ നയനമോള് അവളുടെ വീട്ടിലേക്ക് പോയതിന് ഇതിനു മാത്രം ഇത്ര ആലോചിക്കാനിരിക്കുന്നത്, അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോകരുതെന്തെങ്കിലും നിയമമുണ്ടോ? അല്ല, എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ വീടുകളിലേക്ക് പോകാൻ പാടില്ലെന്ന് വല്ല റൂളൊക്കെ ഉണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ, അറിയാനാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ദേവയാനിയോട് പറഞ്ഞ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ലെന്നും പറഞ്ഞു ദേവയാനി ഇങ്ങനെ ആ ഒരു ഇഷ്ടക്കേടിൽ സംസാരിക്കുമ്പോഴേക്കും
നിന്റെ കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അമ്മയെ പേടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും താലി കെട്ടിയ പെണ്ണിന് അതിൻ്റേതായ സ്നേഹവും വിലയും കൊടുക്കാതെ ജീവിക്കുന്ന ഓരോ ആൺമക്കളുടെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ ജീവിതം എന്നും ദുരിതം തന്നെയായിരിക്കും. നിന്റെ കാര്യത്തിലും നിന്റെ മരുമകളുടെ കാര്യത്തിലും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ പൊന്ന് ദേവയാനി, ഇതുവരെയും നീ നയനമോളെ മനസ്സിലാക്കിയിട്ടില്ലെന്നും ആ പെൺകുട്ടിയെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ലെന്നും നമ്മുടെ മുത്തശ്ശനും പറഞ്ഞു. അവളെ പോലെ ഒരു മരുമകളെ കിട്ടിയ നീ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവതിയാണെന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേവയാനി. ദേവയാനിക്ക് നയനെക്കുറിച്ച് ആരെന്ത് നല്ലത് പറഞ്ഞാലും അതൊന്നും ദഹിക്കില്ലല്ലോ, അതൊന്നും പിടിക്കുകയില്ല. അങ്ങനെ ദേവയാനി നയനെ ഒരു ശത്രുവായി തന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും നയനയെ ആ ഒരു മോശക്കാരിയാക്കി അല്ലെങ്കിൽ നയനെ കൊള്ളരുതാത്തവളാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ച ഈ ദേവയാനിയെയാണ് മുത്തശ്ശൻ എടുത്തിട്ട് പെരുമാറിയത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ ദേവയാനി കേട്ടു. അത് ചോദിച്ചു മേടിച്ചതാണ്, അതങ്ങനെ വന്നത്. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ അങ്ങനെ കഴിഞ്ഞു. എന്തായാലും ആ ഒരു ഇത് കഴിഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോയി. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലത്. വയ്യാതിരിക്കുന്ന കാലത്ത് മരുമകളാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരും, ഇല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായി പോകുമെന്നും പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശൻ അവിടെ നിന്ന് പോയത്. അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞ് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോകുക. അപ്പോൾ ആദർശ് നയനയെ വീടിൻ്റെ മുറ്റത്ത് ഇറക്കി വിടാൻ എത്തി. അപ്പോൾ ഇറങ്ങുന്നില്ലേ എന്ന് നയന ചോദിച്ചപ്പം ഇല്ല, ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ പോവാണെന്നും പറഞ്ഞ് ആദർശ് നയനയെ അവിടെ ഇറക്കി വിട്ടിട്ട് പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്നൊക്കെ നയനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കിയെങ്കിലും ആദർശ് വലിയ മനസ്സില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. കാരണം ആദർശിന് അമ്മയെ പേടിയുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇനി ആദർശ് അവിടെ എത്തി എന്നുള്ളൊരു വാർത്തയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ആദർശിന് അറിയാം. എങ്കിലും നയനയെ സന്തോഷിപ്പിക്കണമെന്നും നയനയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ നമ്മുടെ ആദർശിൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അമ്മയെ പേടി കാരണം ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ ഇവർക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ നേരത്തിനാണ് നവ്യ കൂട്ടുകാരി പറഞ്ഞ അനുസരിച്ച് ഇവരുടെ കുടുംബ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. എന്താ ഗർഭിണിയാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി. അങ്ങനെ ആ മേഡത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈ നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ മേഡത്തിന് ദേഷ്യം വന്നു കേട്ടോ. കാരണം ആ അനന്തപുരി തറവാടിനെ ഒന്നടങ്കം കബളിപ്പിക്കുകയും അവരെ എല്ലാവരെയും പറഞ്ഞു വഞ്ചിക്കുകയും ചെയ്യുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവളോട് ശരിക്കും ദേഷ്യമാണ് ആ ഡോക്ടർക്ക്. അങ്ങനെ ഡോക്ടർ നയനെ വലിയ മൈൻഡൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ നയനെ കയറി ചെന്നു. അപ്പോൾ എന്താ കുട്ടി, എന്താ വന്നത്, എന്തെങ്കിലും പ്രത്യേകതകളായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് പ്രത്യേകതകളായിട്ടൊന്നും തോന്നുന്നില്ല ഡോക്ടർ, എന്നെ സഹായിക്കാൻ ഇന്ന് ഈ ലോകത്ത് ഡോക്ടർ മാത്രമേ ഉള്ളൂ, ഡോക്ടർ എന്നെ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ എന്താ കാര്യം, നിങ്ങൾ എന്ത് ഈ വളഞ്ഞു മുഖ്യ പിടിക്കാത്ത കാര്യം പറയാൻ പറഞ്ഞു. അത് ഇത്തവണയും എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ കള്ളത്തരം അത് പൊളിഞ്ഞു പോകുമെന്നുള്ളൊരു പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു കള്ളത്തരം നീ അല്ലാതെ ആരെങ്കിലും പറയുക കുട്ടി? മറ്റെന്തോ ആയിക്കോട്ടെ, ഗർഭിണിയാണ് എന്ന് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. കാരണം നാളുകൾ കഴിയും തോറും അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത്രയും നാളായിട്ടും നിന്നെ ആരും പിടിച്ചില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഗർഭിണിയാകണമെന്നും അതിനുള്ളൊരു വഴി ഡോക്ടർ എനിക്ക് പറഞ്ഞു തരണമെന്നും ഇനിയും ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് തന്നെ കൊണ്ട് കഴിയില്ലെന്നും വീട്ടിലെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പടിക്ക് പുറത്താകുമെന്നൊക്കെ ഇങ്ങനെ വളരെ ദയനീയമായിട്ട് ഇങ്ങനെ ഡോക്ടറുടെ മുന്നിലിരുന്ന് നമ്മുടെ നവ്യ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, ഇതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് അനന്തപുരി തറവാടിൻ്റെ പടി ചവിട്ടാൻ പോലും സാധിക്കില്ല. കാരണം ഒരിക്കലും ചതിയും വഞ്ചനയും അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊന്നും ക്ഷമിക്കുന്നവരോ അംഗീകരിക്കുന്നവരോ അല്ല അനന്തപുരിക്കാരെന്നൊക്കെ പറഞ്ഞു ഡോക്ടറും കുറേ അവരെക്കുറിച്ച് അതൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും നവ്യ ആ ഡോക്ടറുടെ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചുകൊണ്ടിരിക്കുക, ഗർഭിണിയാകാനുള്ള വഴി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ നവ്യയുടെ ജീവിതം സേഫ് ആക്കാനുള്ള പരിശ്രമങ്ങളും ഒക്കെ ആയിട്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നയനയിലേക്കും ആദർശിലേക്കും വന്നു. അവർ എപ്പോഴും വഴിയിൽ തന്നെയാണ്, വീട്ടിലേക്ക് എത്തിയിട്ടില്ല. വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആദർശ് മനസ്സ് വയ്ക്കണം. അപ്പോൾ അങ്ങനെ ആദർശ് വീട്ടിലേക്ക് എത്തുമോ എത്തില്ലയോ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ. ഇതേ സമയത്ത് മകനും മരുമകളും ചേർന്ന് മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു ആവലാതിയിൽ നമ്മുടെ ദേവയാനി വീട്ടിൽ കാണുമ്പോൾ ഒരുമാതിരി കീ കൊടുക്കുന്ന പാവയെ കളിപ്പിച്ചു വിടുന്നത് പോലെ കാണുമ്പോൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ദേവയാനിക്ക് കീ കൊടുത്തും ചൂട് പിടിപ്പിച്ചും ജലച്ച് ഇങ്ങനെ പിന്നാലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ ഈ പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.
എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.